രാവിലെ എണീറ്റ് പറഞ്ഞാൽ തന്നെ ഈ 5 കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയാലോ. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ രാവിലത്തെ കുറച്ച് മണിക്കൂർ നമ്മൾ എങ്ങനെയാണോ യൂട്ടിലൈസ് ചെയ്യണത് അതിനനുസരിച്ചായിരിക്കും ആ ഡേ മൊത്തം. സംഭവം കുറെയൊക്കെ ശരിയാണ് കേട്ടോ. ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. എന്റെ ഒരു 5 മോർണിംഗ് റൂട്ടീന് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ വന്നിട്ട് സാധാരണ എണീക്കുന്ന ഒരു ടൈം ഉണ്ടാവില്ലേ, അതിന്ന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നേരത്തെ എണീക്കാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ എണീറ്റ് പറഞ്ഞാൽ തന്നെ ചെറിയ ചൂടുവെള്ളം ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് കുടിക്കാൻ നോക്കുക. കോൺസ്റ്റിപ്പേഷൻ മാറാനും ബ്ലോട്ടിങ്ങിനും ഡൈജഷൻ ഇംപ്രൂവ് ആക്കാനൊക്കെ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം മെഡിറ്റേഷൻ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് എങ്കിലും മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കാൻ നോക്കുക. സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര അൺകംഫർട്ട് ആയിട്ട് തോന്നും, തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. പോകെ മെല്ലെ ബെറ്റർ ആക്കി നമുക്ക് എടുക്കാൻ സാധിക്കും. നാലാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രെയർ ആണ്. നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ പ്രാർത്ഥിച്ചുകൊണ്ടും, രണ്ടാമത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കാം. അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. നമ്മളിവിടെ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതിനേക്കാളും എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക. ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാനും ആ ഒരു പ്രോസസ്സിലാണ്. ഞാനെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല. ഇടയ്ക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാക്സിമം അതിനെ നിർത്താണ്ട് കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ബൈ.